ഓക്കെ. ഹലോ, കുട്ടൂർ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒത്തിരി ദിവസമായി വീഡിയോകളൊക്കെ ചുവനേരം ഒന്നും ഇടാനൊക്കുന്നില്ല, സമയമില്ല, കാര്യങ്ങളില്ല, ഒന്നുമില്ലാത്തത് കൊണ്ട് പറ്റുന്നില്ല. ഇപ്പം തന്നെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതാ, ഇവിടെ മീൻ എപ്പോഴും ഒന്നും കിട്ടത്തില്ലാന്ന്. പിന്നെ ഞായറാഴ്ച ദിവസം അവർക്ക് സമയം ഉണ്ടെങ്കിലേ പോകാനൊക്കത്തുള്ളൂ. ഇത് കണ്ടോ, മത്തി. ഇന്ന് മത്തി മേടിച്ചോണ്ട് വന്നു. ഇതാ, അത് മുളക് കറി വെക്കാനാണ്. അത് ഞാൻ കഴുകി വൃത്തിയാക്കി ഗോതമ്പ് പൊടി ഇട്ട് കലക്കിയ വെള്ളത്തിൽ വെച്ചിരിക്കും. അതുപോലെ തന്നെ ഇത് അയില കൊണ്ടുവന്നിട്ടുണ്ട്. ഇതാ കണ്ടോ, അയില അയില കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് വറക്കണമെന്നും പറഞ്ഞ് കൊണ്ടുവന്നതാണ്. ഇത് രണ്ടും ഞാൻ കഴുകി ഗോതമ്പ് വെള്ളത്തിനകത്ത് ഇട്ടിരിക്കുക. അതിന് നല്ലപോലെ വൃത്തിയായിട്ട് കഴുകിയിട്ട് കണ്ടിച്ചെടുക്കണം. പിന്നെ അയിലയും മത്തിയൊക്കെ കൊണ്ടുവന്നപ്പോൾ പിന്നെ അതിൻ്റെ കൂടെ കപ്പ വേണ്ടേ. ഇതാ, കപ്പയെല്ലാം കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്നത്. അത് വേവിക്കാനാണ് ഞാൻ ഈ വെള്ളം വെച്ചേക്കുന്നത്. എന്താണ് ഇതാ ഈ വെള്ളം വെച്ചേക്കുന്നത്. ഈ മുളക് പൊടി, മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടെ ഞാൻ ഒന്ന് അരച്ചിട്ട് ചട്ടിയിൽ കടുവകത്ത് വറ്റി ചേർക്കാനാണ്, അങ്ങനെ ഒന്ന് വെക്കാനാണ് ഞാൻ ഇരിക്കുന്നത്. അപ്പം ഇതെല്ലാം ഞാൻ കഴുകിയെടുക്കട്ടെ. അപ്പം ഞാൻ എന്താ മീൻ കറി വെക്കാൻ പോവാം. ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ചട്ടി ചൂടാകട്ടെ, എണ്ണ ഒഴിക്കാം. എന്താ കറിവേപ്പില, ഇഞ്ചിയും വെളുത്തുള്ളിയും കൊച്ചുള്ളിയും കൂടെ ചതച്ചതാണ്. ഇത് ഇഞ്ചി കൊത്തി അരിഞ്ഞ് വെച്ചേക്കുന്നത്. ഇത് മീൻ കഴുകി വെച്ചേക്കുന്ന. ഇത് കണ്ട പുളി ഞാൻ കഴുകി വെള്ളത്തിലിട്ട് ഈ പുളിയും കൂടെ അതിലിട്ട് വഴറ്റണം. എന്നിട്ട് കുരുമുളക്, ഉലുവ എല്ലാം മുളക് ഞാനൊന്ന് അരച്ച്, മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടെ ഒന്ന് അരച്ചിട്ടുണ്ട്. അരച്ച് അപ്പം അതിനകത്ത് ചേർക്കാം. കപ്പ അടുപ്പം വെച്ച് കപ്പ ഇങ്ങനെ തിളക്കാനിരിക്കുന്ന. ഒന്നുമില്ല ഇവിടെ മീൻ, അതുകൊണ്ടാണ് മീൻ കറികളൊന്നും കാണിക്കാനൊക്കാത്തത്. മീനൊന്നും ഇവിടെ കിട്ടത്തില്ല, നമ്മുടെ നാട്ടിലെ പോലെ മീനൊന്നും കിട്ടത്തില്ല. പിന്നെ ദൂരെ ഇന്നിപ്പം മീൻ കിട്ടാൻ കാരണമെന്ന് പറയുമ്പോൾ രഞ്ജിനി, ഞാൻ എല്ലാവരോടും പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയാം, എല്ലാവരും അറിഞ്ഞോന്ന് അറിയത്തില്ല. രഞ്ജിനി പഠിക്കാൻ പോവുക, രഞ്ജിനി B.Ed പഠിക്കുക. അപ്പോൾ അത് ഇന്ന് ഒരു എക്സാം ഉണ്ട്, അതിന് പോയിരിക്കുക. രാവിലെ 6:30 ആയപ്പോഴേ പോയതാണ്. അപ്പോൾ വാവ കൊണ്ടുവിടാൻ പോയിട്ട് വന്ന് മാർക്കറ്റിൽ കയറിയപ്പോൾ മീൻ മേടിച്ചുകൊണ്ട് വന്നതാണ്. അന്നേരം കപ്പയും വാങ്ങിച്ചുകൊണ്ട് വന്നു. അല്ലാതെ ഒന്നും ഇവിടെ മീൻ മേടിക്കത്തില്ല. പിന്നെ പച്ചക്കറി ആയില്ല. നാട്ടിൽ നമ്മൾ മീനും ഒക്കെ എന്നും എല്ലാ തരം മീനും ചെറുത് തൊട്ട് വലുത് വരെ മേടിച്ച് എന്നും കഴിക്കുന്നതല്ലേ. ഇവിടെ വന്നപ്പം മീനില്ലാത്തതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഇപ്പം എന്തോ ചെയ്യാനോ, ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, സഹിക്കുക. എന്തായാലും ഇപ്പം ജൂണിൽ തുടങ്ങിയതാണ് പഠിത്തം. ഇപ്പോൾ 7-8 മാസമായില്ലേ. അപ്പോൾ അത് കഴിഞ്ഞ് പഠിത്തമെല്ലാം ഒന്ന് കഴിയാതെ നമുക്ക് ഇനി നാട്ടിൽ ഇടയ്ക്കെങ്കിലും ഒന്ന് പോകണമെന്ന് വിചാരിക്കുന്നുണ്ട്. എനിക്ക് വെക്കേഷനാണെങ്കിലൊന്ന് പോകണമെന്ന് വിചാരിച്ചിരിക്കുക. അപ്പം അങ്ങനെ അതുകൊണ്ട് രഞ്ജിനിയെ കിട്ടാത്തത്. രഞ്ജിനി ഇന്നും പോയി, രഞ്ജിനിക്ക് ഊണുമില്ല ഉറക്കവുമില്ല, ഇങ്ങനെ നടക്കുക. പഠിത്തം എന്നൊക്കെ പറഞ്ഞു. ഇന്ന് 2 പരീക്ഷയാണ്. ഇനി 2 പരീക്ഷയാണ്. ഉച്ച 12:30 വരെ ഒരു പരീക്ഷ, 12:30 കഴിഞ്ഞ് വെളിയിൽ വരുമെന്നാണ് പറഞ്ഞത്. ഫോൺ പോലും ഉപയോഗിക്കാനൊക്കത്തില്ല എന്നൊക്കെ പറഞ്ഞ വാവ ഇവിടെ വന്ന് പറഞ്ഞു. അപ്പോൾ 2 മണിക്കോ എങ്ങാണ്ട്, 12:30 വെളിയിൽ വരും. പിന്നെ അടുത്ത പരീക്ഷ 2 മണിക്കെങ്ങാണ്ടാണ്. അപ്പോൾ അതും കഴിഞ്ഞ് 6 മണിയൊക്കെ ആകും ഇവിടെ വരുമ്പോഴത്തേക്ക്. ഒന്നും അതിനിടയ്ക്ക് കഴിച്ചിട്ടില്ല. വാവ പോയിട്ടുണ്ട്. വെളിയിൽ വരുമ്പോൾ എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കാമെന്നൊക്കെ പറഞ്ഞ് പോയിരിക്കുക. പോയിച്ചപ്പോൾ വരുമെന്നൊന്നും അറിയാൻ പറ്റത്തില്ല. അപ്പോൾ അതാണ്ട് ഞാൻ ഉലുവ ഇട്ട് കൊടുത്ത് അതിന് ഇച്ചിരി കടുകും കൂടി ഇട്ട് കൊടുക്കുക.
കടുക് ഇട്ട് കൊടുത്ത് കടുകൊന്ന് പൊട്ടിക്കഴിയുമ്പോൾ നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൊച്ചുള്ളി എല്ലാം കൂടെ ചതച്ചെടുത്ത് ഇട്ട് കൊടുക്കണം. എല്ലാം ചതച്ചതൊന്ന് ഇട്ട് കൊടുക്കാം. കടുകൊന്ന് പൊട്ടിക്കോട്ടെ. പിന്നെ വീഡിയോ ഒക്കെ ഇടാം. എഞ്ചിനെയും കൂടെ നിൽക്കാനാ. എഞ്ചിനെയും സമാധാനമായിട്ട് വീട്ടിൽ ഒന്ന് നിൽക്കണ്ടേ. പിന്നെ ചേട്ടനെ ഇപ്പം വീഡിയോ എടുക്കുന്നത്. കടുക് പൊട്ടട്ടെ. അപ്പം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെയാണ്. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ ഇത് വീഡിയോ കാണുന്നവർ ഒന്നും ഉപേക്ഷ വിചാരിക്കരുത്. ചെയ്യുന്ന ഒന്നും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പോലും വെറുതെ ഒരു ലൈക്കും ഷെയറുമൊക്കെ ചെയ്താലും ഒരു സപ്പോർട്ട് ഒന്ന് ചെയ്താലും എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ലല്ലോ. പിന്നെ എല്ലാവരോടും ഞാൻ പറയുന്നുണ്ട് ഇടയ്ക്കൊക്കെ, എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടണമെന്നില്ലല്ലോ. ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ഒന്ന് സപ്പോർട്ടൊക്കെ ചെയ്യുക. അല്ല, ഇഷ്ടപ്പെട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ലല്ലോ. എല്ലാവരും വീഡിയോ കാണുന്നുണ്ടോ എന്നൊന്നും അറിയാൻ വയ്യ. കാണുന്നുണ്ട്, എന്നാലും നമുക്ക് സപ്പോർട്ടുണ്ട് ആളുകൾ. അപ്പം ഒന്നുകൂടെ കാര്യമായിട്ട് അത് പോരാ നമുക്ക് സപ്പോർട്ട്. ഇതെല്ലാം കറിവേപ്പില ഇട്ട് അപ്പം അങ്ങനെ ഉള്ള കാര്യങ്ങളൊക്കെയാണ് ഞാൻ പറയുന്നത്. പിന്നെ വേറെ എന്തുകൊണ്ടു പറയാൻ. അതായത് ഞാൻ വെക്കേഷൻ ഉണ്ടെങ്കിൽ നാട്ടിലോട്ടൊന്ന് പോകണം. ഞാൻ പറഞ്ഞല്ലോ അവിടെ മൂത്ത മോൻ അവിടെ ഉണ്ടെന്ന്. മൂത്ത മോനും ഉണ്ട്, ഒരു മോളും ഉണ്ട്, മരുമോളും ഉണ്ട്. അവരിപ്പം നാട്ടിലുണ്ട്. ഞങ്ങളിപ്പം ഇങ്ങോട്ട് ഞങ്ങൾ ആഗസ്റ്റിൽ വന്നതാണ്. അന്നിടയ്ക്ക് 2 വട്ടം പോയി. ഞങ്ങളുടെ അമ്പലത്തിലെ പ്രതിഷ്ഠയൊക്കെ ആയിരുന്നു. അതിന് ഞങ്ങൾ എല്ലാവരും കൂടെ പോയി. പിന്നെ ഞാനും ചേട്ടനും കൂടെ മാത്രമാണ് പോയത്. പോയിട്ട് ഒരാഴ്ച കഴിഞ്ഞാണ് പിന്നെ വന്നത്. അന്ന് പിന്നെ രഞ്ജിനിക്ക് അവധിയുണ്ടായിരുന്നു. അതുകൊണ്ട് ഒരാഴ്ച കഴിഞ്ഞാണ് വന്നത്. ഇപ്പോഴും പോകണമെന്നുള്ള ആഗ്രഹത്തിൽ നമ്മളിതിന് ഈ നമ്മുടെ നാട്ടിലെ പോലെ അല്ലല്ലോ. റൂമിനകത്തുള്ള കാര്യങ്ങളല്ലേ. പുറത്തൊക്കെ ഇറങ്ങാൻ പറ്റത്തില്ലെന്നല്ല, ഭാഷ അറിയാൻ വയ്യാത്തതുകൊണ്ട് നമുക്ക് വലിയ ബുദ്ധിമുട്ടല്ലേ. പുളി വെള്ളത്തിലിട്ടത് അതും കൂടെ ഇട്ട് ഇതും കൂടെ ഇട്ടൊന്ന് വഴറ്റും. ഈ മത്തിയല്ലേ, അപ്പം ഇച്ചിരി പുളിയൊക്കെ ഇരിക്കട്ടെന്ന് വിചാരിച്ചിട്ട് 2 കഷ്ണം കൂടുതലിട്ടിട്ടുണ്ട്. പല രീതിയിലും മീൻ വെക്കാം, എങ്ങനെ വേണേലും വെക്കാം. പൊടിയല്ലാതെ ഇട്ടും വെക്കാം, അരച്ചും വെക്കാം, തേങ്ങ അരച്ച് വെക്കാം, എങ്ങനെ വേണേലും പല രീതിയിലും വെക്കുന്ന ഞാനും കണ്ടിട്ടുണ്ട്. ഞാനും വെച്ചിട്ടുണ്ട് അങ്ങനെ. അപ്പം അതെല്ലാം ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഉള്ളിയും ഇഞ്ചിയും കറിവേപ്പിലയും എല്ലാം ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് അരപ്പ് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഞാൻ അരച്ച് വെച്ച അരപ്പിട്ട് കൊടുക്കാം. ഇതാ അപ്പം അത് ഈ എണ്ണയിൽ കിടന്ന് നല്ലപോലെ ഒന്ന് മൂത്ത് അരപ്പുണ്ടാക്കണം. നല്ലപോലെ ഒന്ന് നോക്കട്ടെ. ചേട്ടൻ പറയുന്നതും കൊടുക്കും. അപ്പം കപ്പ തിളച്ചിട്ടുണ്ട്. കപ്പ നല്ലപോലെ വേകുന്ന കപ്പയാണ് ഇവിടെ കിട്ടുന്നത്. വേകുന്നതായത് ശകലം ഉപ്പൊന്ന് ഇട്ട് കൊടുക്കാം കപ്പയ്ക്ക്.
വേവട്ടെ. ഇപ്പോഴത്തെ അരപ്പ് നമുക്ക് റെഡിയാക്കാം. അതുപോലെ ഇതൊന്ന് കഴിഞ്ഞ് ഈ അരപ്പൊന്ന് ഒന്നുകൂടെ ഒന്ന് മൂപ്പട്ടെ. നല്ലപോലെ പച്ചപ്പൊടിയല്ലേ, അത് നല്ലപോലെ ഒന്ന് മൂപ്പട്ടെ. ഇതിപ്പം നല്ലപോലെ എണ്ണ വഴണ്ട് കണ്ടതൊന്ന് ചട്ടിയെന്ന് വിട്ട് ഒന്ന് ഉരുണ്ട് വന്നിട്ടുണ്ട്. കണ്ട, ഇനി നമുക്കിതിനകത്തോട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇച്ചിരി പുളിവെള്ളം ഉണ്ടായിരുന്നു, അത് ഒഴിച്ച് കൊടുക്കാം. അതിന് നമുക്ക് ഇട്ട് കൊടുക്കാം. മഞ്ഞപ്പൊടി ഇട്ട് മഞ്ഞപ്പൊടി ഇട്ട് അരച്ചതാണ്. ഇതാണ് കുരുമുളക് ഇടാം. കുരുമുളക് ഇട്ട് കൊടുത്ത് ഇനി നല്ലപോലെ ഒന്ന് തിളക്കട്ടെ. നല്ലപോലെ ഒന്ന് തിളക്കട്ടെ. അതാ ഇത് അരപ്പും പുളിയും എല്ലാം തിളച്ചത് കണ്ടോ. ഇനി നമുക്ക് മീൻ പുരട്ടിയിട്ട് കൊടുക്കാം. മത്തിയും കപ്പയും ആയിരുന്നു. കാരം, അയില വറുത്തത്. ഇനി അടുത്ത ആഴ്ചയിലേ ഉള്ളൂ മീൻ. അപ്പം അതിങ്ങനെ ചെറുതീയിൽ തിളക്കട്ടെ. ഞാനിനി കപ്പ ദാ വന്നിട്ടുണ്ട്. കപ്പയ്ക്ക് വേണ്ട ഇവിടെ തേങ്ങ പൂളിയാണ് ഇടുന്നത്. തേങ്ങ ഞാൻ ആദ്യം ഒന്ന് ഇതിനകത്തും ചതച്ച് തേങ്ങയും വെളുത്തുള്ളി ജീരകവും 2 ചുവന്നുള്ളിയും കറിവേപ്പിലയും കൂടെ ചതയ്ക്കാൻ പോവാം. ഒരു പച്ചമുളകും ചതച്ച് കൊണ്ടുവന്നിട്ട് കാണിക്കാം. കറി നമ്മൾ അടുപ്പേ വെച്ചല്ലോ. ഞാൻ ഇടയ്ക്കൊന്ന് നോക്കി ഉപ്പും പുളിയും ഉണ്ടോയെന്ന് നോക്കിയിട്ട് ഉപ്പിട്ട് വെച്ചാക്കുകയാണ്. എല്ലാം നല്ല പോലെ വെന്ത് എണ്ണയൊക്കെ തെളിഞ്ഞ് ഉണ്ടോ. മത്തി നല്ല പുളിയൊക്കെ ഉണ്ട്. നല്ല കൊഴുത്ത ചാറ എല്ലാം ഉണ്ട്. അതുപോലെ തന്നെ കപ്പ മുമ്പേ ഇരുന്ന പാത്രം മാറിയിട്ടൊന്ന് ഇപ്പം മനസ്സിലാക്കുന്നവർ ചോദിക്കും ചിലപ്പോൾ. എന്താണെന്നറിയാമോ, ഇവിടെ ഒരു വണ്ടിയിൽ സ്വാമിമാർ വന്ന് ഇവിടുത്തെ ഇളയവന് ഓടിച്ചെന്ന് കഥ തുറന്നു പാട്ടും ബഹളവും ഒക്കെ ആയിട്ട്. ഞാൻ അതിൻ്റെ പുറകെ ഓടിപ്പോയി കഥ തുറന്ന എന്തിനാണെന്ന് ചോദിച്ചു. പോയിച്ച് വന്നപ്പോൾ അരപ്പിട്ട കപ്പ ചെവിട് ഇച്ചിരി കരിഞ്ഞ് ഞാനത് പെട്ടെന്ന് കുക്കറിനകത്തോട്ട് മാറ്റിയതാണ്. കുഴപ്പമില്ല, അടിക്ക് ശകലം പിടിച്ച് കുഴപ്പമില്ല. ഞാൻ അത് പെരട്ടി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതാ കണ്ടോ, റെഡിയായി. അപ്പോൾ കപ്പൻ റെഡിയായി, മീനും റെഡിയായി. ഇനി വറുത്താൽ മതി. മീൻ വറക്കണം. ഇനി അടുത്ത വീഡിയോയിൽ കാണിക്കാം. സപ്പോർട്ട് ചെയ്യണം, ഉപേക്ഷ വിചാരിക്കരുത്. കാണണം, ഇത് കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ സ്നേഹം ഉണ്ടായിരിക്കണം, എന്നെങ്കിലേ ഇത് മുന്നോട്ട് പോകത്തുള്ളൂ. ഞാൻ ആദ്യമായിട്ട് തുടങ്ങിയതാ. അത് പിന്നെ വിഷമത്തിനുള്ള വഴിയൊന്നും നിങ്ങളുണ്ടെങ്കിലേ ഇത് പറ്റത്തുള്ളൂ. അത് ഞാൻ പ്രത്യേകിച്ചും പറയുവാ. എല്ലാവരുടെയും സ്നേഹവും സപ്പോർട്ടും ഒക്കെ വേണം. ശരി, എന്നാൽ ഞാൻ അടുത്ത വീഡിയോയിൽ കാണാം. കറി സ്റ്റൈൽ തന്നെയാണോ കണ്ടിട്ട്? ഒപ്പായോ?